നമസ്കാരം. ഗ്രീഷ്മയെ കോടതിയിലെത്തിക്കുമ്പോൾ പൊട്ടിക്കരഞ്ഞു ആദ്യം. പിന്നീട് നിർവികാരമായിരുന്നു മുഖം. പക്ഷേ എന്തോ ഒരു വലിയ കോൺഫിഡൻസ് അവൾക്കുണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. കാരണം മേൽക്കോടതിയിലെത്തുമ്പോൾ തനിക്ക് വധശിക്ഷയിൽ ഇളവുണ്ടാകുമെന്ന ബോധ്യം ഒരുപക്ഷെ ഗ്രീഷ്മയ്ക്ക് ഉണ്ടായിരുന്നിരിക്കണം. കാരണം ഗ്രീഷ്മയുടെ കണക്കുകൂട്ടൽ അനുസരിച്ച് ജീവപര്യന്തം കഴിഞ്ഞിറങ്ങുമ്പോൾ ഏതാണ്ട് 38 വയസ്സ്. അപ്പോൾ വേണമെങ്കിലും ജീവിക്കാം. അതാണല്ലോ ഗ്രീഷ്മ പോലീസിനോട് പോലും പറഞ്ഞ വാദം. പക്ഷേ മരണക്കിടക്കയിൽ കിടക്കുമ്പോഴും ഗ്രീഷ്മയെ ഷാരോൺ സ്നേഹിച്ചിരുന്നുവെന്ന് കോടതി തിരിച്ചറിയുകയായിരുന്നു. ഗ്രീഷ്മ ശിക്ഷിക്കപ്പെടരുത് എന്നാണ് ഷാരോൺ ആഗ്രഹിച്ചത്. പക്ഷേ മരിച്ചിട്ടും ഷാരോണിനെ വ്യക്തിഹത്യ ചെയ്യാനാണ് ഗ്രീഷ്മ ശ്രമിച്ചത്. ഗ്രീഷ്മ നടത്തിയത് വിശ്വാസ വഞ്ചനയാണ്. മരണക്കിടക്കയിൽ കിടക്കുമ്പോഴും ഗ്രീഷ്മയെ ഷാരോൺ സ്നേഹിച്ചു. ഗ്രീഷ്മയ്ക്കെതിരെ 48 സാഹചര്യ തെളിവുകളുണ്ടെന്നും അപൂർവങ്ങളിൽ അപൂർവമായ കേസാണെന്നും കോടതി 586 പേജുള്ള വിധിന്യായത്തിൽ ചൂണ്ടിക്കാട്ടി. ഗ്രീഷ്മയെ വാവ എന്നാണ് മരണക്കിടക്കയിലും ഷാരോൺ വിശേഷിപ്പിച്ചതെന്നും വിധിന്യായം വായിക്കവേ കോടതി പറയുന്നു. അത്രയേറെ സ്നേഹിച്ചവളാണ് അവയവങ്ങൾ വെന്തു വെണ്ണീറാക്കി ആ ചെറുപ്പക്കാരനെ കൊന്നുകളഞ്ഞത്. ഗ്രീഷ്മയുടെ അമ്മാവനും 3ാം പ്രതിയുമായ നിർമ്മലകുമാരൻ നായർക്ക് 3 വർഷം തടവ് ശിക്ഷയും വിധിച്ചിട്ടുണ്ട്. കളനാശിനി ഗ്രീഷ്മയ്ക്ക് വാങ്ങി നൽകിയത് നിർമ്മലകുമാരൻ നായരാണ്. തെളിവ് നശിപ്പിച്ചു എന്നതാണ് നിർമ്മലകുമാരൻ നായർക്കെതിരായ കുറ്റം. ഗ്രീഷ്മ ചെയ്തത് സമർത്ഥമായ കൊലപാതകം. ആന്തരികാവയവങ്ങൾ അഴുകിയാണ് ഷാരോൺ മരിച്ചത്. പ്രായക്കുറവ്, മികച്ച വിദ്യാഭ്യാസം തുടങ്ങിയവ പ്രതിക്ക് പരമാവധി ശിക്ഷ ലഭിക്കാതിരിക്കാൻ തടസ്സമല്ലെന്ന് കോടതി പറഞ്ഞു. തട്ടിക്കൊണ്ടുപോകൽ, വിഷം നൽകൽ, കൊലപാതകം, പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കൽ എന്നീ കുറ്റങ്ങളാണ് ഗ്രീഷ്മയ്ക്കെതിരെ തെളിഞ്ഞത്. വിധി പ്രസ്താവിക്കുന്നതിന് മുൻപ് ഷാരോണിന്റെ കുടുംബാംഗങ്ങളെ ചേംബറിലേക്ക് ജഡ്ജി വിളിപ്പിച്ചിരുന്നു. ഷാരോണിന്റെ അച്ഛനും അമ്മയും സഹോദരനും വിധി കേൾക്കാൻ കോടതിയിലെത്തി. ഗ്രീഷ്മയെ പുജപുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അമ്മാവൻ നിർമ്മലകുമാരൻ നായരെ ജാമ്യത്തിൽ വിട്ടു. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമെന്ന് പറഞ്ഞാണ് ഷാരോണിനെ ഗ്രീഷ്മ ക്ഷണിച്ചു വരുത്തിയത്. 11 ദിവസം ഒരു തുള്ളി വെള്ളമിറക്കാനാവാതെ ഷാരോൺ ആശുപത്രിയിൽ കഴിഞ്ഞു. ഷാരോണിന് പരാതിയുണ്ടോ ഇല്ലയോ എന്നത് ഇവിടെ പ്രസക്തമല്ലെന്നും ഗ്രീഷ്മയ്ക്ക് പ്രായത്തിന്റെ ഇളവ് നൽകാനാകില്ലെന്നും കോടതി നിരീക്ഷിച്ചു. സ്നേഹബന്ധത്തിനിടയിലും കൊലപ്പെടുത്താൻ ശ്രമിച്ചു. വധശ്രമം തെളിഞ്ഞെന്നും വിധിന്യായത്തിൽ വ്യക്തമാക്കി. സ്നേഹിക്കുന്ന ഒരാളെയും വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന സന്ദേശമാണ് ഗ്രീഷ്മ നൽകിയത്. കുറ്റകൃത്യം നടത്തിയിട്ടും അവസാന നിമിഷം വരെ പിടിച്ചു നിൽക്കാനാണ് ഗ്രീഷ്മ ശ്രമിച്ചത്. പിടിച്ചു നിൽക്കാനുള്ള ഗ്രീഷ്മയുടെ കൗശലം പക്ഷേ വിജയിച്ചില്ല. ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണ് ഗ്രീഷ്മ. ജ്യൂസ് ചാലഞ്ച് നടത്തിയത് തെളിവാണ്. നേരത്തെയും ഗ്രീഷ്മ വധശ്രമം നടത്തിയിട്ടുണ്ട്. ഗ്രീഷ്മയുടെ ആത്മഹത്യാ ശ്രമം അന്വേഷണത്തെ വഴിതിരിച്ചു വിടാനായിരുന്നു. ഘട്ടം ഘട്ടമായി കൊലപാതകം നടത്താനാണ് പ്രതി ശ്രമിച്ചതെന്നും കോടതി വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഗ്രീഷ്മയുടെ കേസ് വിധി വരുമ്പോൾ കേരള സമൂഹം സന്തോഷിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അത്രയേറെ സ്നേഹിച്ച ഒരുത്തനെ കളനാശിനി കൊടുത്ത് ഇഞ്ചിഞ്ചായി കൊലപ്പെടുത്തി. അതും അവൻ വാവയെന്ന് വിളിച്ചവൾ. എത്രയേറെ സ്നേഹവും പ്രണയവും തലയ്ക്ക് പിടിച്ചിട്ടായിരിക്കണം ഒരുപക്ഷെ ഷാരോൺ അവളെ അത്തരത്തിൽ വിളിച്ചത്. അതേ വ്യക്തി അവന്റെ ജീവൻ എടുക്കുകയും ചെയ്തു. നന്ദി.